എന്തുവായി ആണെങ്കിൽ ചെറുചീര, തുളസിയില, പച്ചമഞ്ഞളും കൂടെ അരച്ച്, പച്ചമഞ്ഞൾ മൂന്നും കൂടെ അരച്ച് ഓരോ ഇതാണ് വിഷത്തിന് കൊടുക്കുന്ന ഏറ്റവും ടോപ്പ് മരുന്ന്. വിഷചികിത്സക്കാർ ചെയ്യുന്ന മരുന്നാണ്. സമം എല്ലാം സമം അരച്ച് ഒരു ഉരുള അങ്ങ് വിഴുങ്ങാൻ പോകും. 2 നേരം കഴിക്കണം. ചുവന്ന തുളസിയും അരച്ച് ഒരു പുന്നയ്ക്കാൻ മുഴുപ്പിൽ, കുട്ടികളാണെങ്കിൽ ഒരു നെല്ലിക്കാൻ മുഴുപ്പിൽ, അത് നമ്മൾ ഈ ചൊറിച്ചിലും കൊടുക്കാം, ഇതിനും കൊടുക്കാം, ഏത് ചൊറിച്ചിലും കൊടുക്കാം. കാരണം വിഷത്തിന് നിർമ്മാർജ്ജനം കഴിയാൻ കഴിവുള്ള. പക്ഷേ പച്ചമഞ്ഞൾ കടയിൽ നിന്ന് മേടിക്കരുത്, ഏതെങ്കിലും വീട്ടിൽ തന്നെ ആവാം, വല്ല ലാവിന്റെ മൂട്ടിലോ. അല്ല ഈ നമ്മൾ ഈ ഇന്ത്യയിലൊക്കെ പടം വരയ്ക്കുന്നുണ്ടോ സ്കൂളുകളിലൊക്കെ, ചുവന്നേർത്ത് നമ്മൾ തോരനൊക്കെ അതിന് വിഷച്ചീരയെന്നും കൂടി പേരുണ്ട്. ഇത്ര പൊക്കം വരത്തും, നല്ല ചുമപ്പാണ്, അതിന്റെ തണ്ട് വരെ ചുവന്നാണ്. ചെടിയായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ വരും. പിന്നെ ഇന്ത്യയിലൊക്കെ പടം വെൽക്കം എന്നൊക്കെ എഴുതത്തില്ലേ സ്കൂളുകളിലൊക്കെ, അതാണ് സാധനം, ടോപ്പ് സാധനം. വാങ്ങി എങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയി പറിച്ചുകൊണ്ടത് വീട്ടിൽ കൂടെ നടുക. ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 3-4 പേര് കൂടെ മനസ്സിലായി ഇല്ലേ? സാധനം മനസ്സിലായില്ലേ? വേറെ വൈറ്റില്ല. ഇനി ഇതാണെന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ, താരന്റെ മരുന്നല്ല, താരന്റെ കാരണം മനസ്സിലായല്ലോ. അങ്ങനെയുള്ളവർക്ക് എഴുതും താരൻ. ഇതിന്റെ കൂടെ സമം ആര്യവേപ്പിന്റെ തൊലിയും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കഷായം ഉണ്ടാക്കിക്കൊണ്ട് കുടിച്ചോളാം. ഏതാ? ചെറുചീര, പച്ചമഞ്ഞൾ, തുളസിയില പ്ലസ് ആര്യവേപ്പിന്റെ തൊലിയും കൂടെ. കിട്ടിയാ? കഷായം ഉണ്ടാക്കണം. കഷായം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് പറ്റിച്ച് 1/4 ലിറ്റർ ആക്കിയിട്ട് 2 നേരം കഴിക്കാം. എല്ലാം കൂടെ 120 ഗ്രാം. ഇനി ശോധന ശരിയാവാൻ 2 നേരം, ഒരു ദിവസത്തേക്കുള്ളതാണ് സാധനം. ഇനി ശോധന ശരിയാവും. 250, 1/4 ലിറ്റർ. അങ്ങനല്ല, കുറച്ച് ദിവസം പോട്ടേന്ന്, ഇതൊരു കുഴപ്പമില്ലല്ലോ. 5 പൈസയുടെയും ചെലവില്ല. ഇവിടെ അത് ഇഷ്ടം പോലെ ആര്യവേപ്പിൽ നിൽക്കും. കുറച്ച് ദിവസം കൂടെ പോട്ടെ. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പുറത്തോട്ട് വരും. ഒരു കാരണവശാലും ഈ ചൊറിച്ചില് പുറത്തു വരാതെ അകത്തിട്ട് തട്ടരുത്. എണ്ണ പരത്തി തേച്ച് നിർത്തരുത്. അപകടമാണ്. രാവിലെ നേരം കഴിക്കാം, വൈകുന്നേരം ഒരു നേരം കഴിക്കാം, നേരം കഴിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ചൊറി അല്ലെങ്കിൽ ഈ ചൊറിച്ചില് പുറത്തൂടെ എണ്ണ പരട്ടിയോ ക്രീം പരട്ടിയോ ഉണക്കരുത്. ഉണക്കാൽ അനുഭവിക്കും. കാരണം ഇത് രക്തത്തിൽ മൊത്തത്തിലാണ് ഈ കിടക്കുന്ന പ്രശ്നം. അവൻ പുറത്തു ചെല്ലാനായിട്ട് പെട്ട പാടാണ്, ബോഡി ചെയ്ത ജോലിയാണ് ആ ചൊറിച്ചിലുണ്ടാക്കി പുറത്തു വന്നത്. അതിനെ നിങ്ങൾ അമുക്കാൻ പോയാൽ അവൻ അടുത്തടത്തേക്ക് വരത്തേ ഉള്ളൂ, ഒരിക്കലും നീക്കില്ല. അകത്തുനിന്ന് പുറത്തു വരണം, അത് ന്യൂട്രലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് ഉണക്കിയാൽ എന്താ പ്രയോജനം? ഉണക്കാൻ മുങ്ങും. അതിന് അവര് ആന്റിബയോട്ടിക് കൊടുക്കും. 20 ദിവസത്തേക്ക് ഓക്കെ, 21ാമത്തെ ദിവസം വീണ്ടും ചുമങ്ങി വരും. മനസ്സിലായ? 20 ദിവസത്തേക്ക് ഓക്കെ. അതിപ്പോ ഇത് കഴിച്ചാൽ പുറത്തോട്ട് വന്നേ തുടങ്ങുള്ളൂ. കുട്ടികൾക്കാണ് മലശോധന ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം ബ്രഹ്മി വാഴയിലേക്കകത്ത് വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്തേച്ചാൽ കുട്ടികൾക്കാണെങ്കിൽ. വലിയവർക്കാണ് മലശോധന ശരിയായില്ലെന്നുണ്ടെങ്കിൽ ത്രിഫല കഴിച്ച് നോക്കുക. ത്രിഫല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, താമിക്ക, കടുക്ക സമം എടുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. പേടിച്ച് തന്നെ പൊടിക്കണം, കടയിൽ നിന്ന് മേടിക്കരുത്. കടയിൽ നിന്ന് മേടിച്ചാൽ കയ്പില്ല, നിങ്ങളുണ്ടാക്കിയാൽ കയ്പുണ്ടായി. നെല്ലിക്ക, താമിക്ക, കടുക്ക അത് വാങ്ങിച്ച് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് വെള്ളത്തിൽ വീണ താഴുന്ന കടുക്കയും നാടൻ നെല്ലിക്കയും തോടും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തന്നെ മേടിച്ച് ചെയ്യണം. കടയിൽ നിന്ന് മേടിച്ചാൽ അവർ കയ്പുമില്ല, ശോധനയും പോലും. 10 ഗ്രാം വെച്ച് അങ്ങോട്ട് കഴിച്ചോളാം ചെറു ചൂടുവെള്ളത്തിൽ. താമിക്ക, കടുക്ക
ത്രിപലി എന്ന് പറഞ്ഞാൽ മതി, അങ്ങാടി കിടക്കുന്ന ത്രിപലി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഇഷ്ടം പോലെ 1 കിലോ വേണേൽ 1 കിലോ എടുത്തോളൂ. ദിവസം നമ്മൾ 10 മുതൽ 15 ഗ്രാം വരെ പൊടിച്ച പൊടി തിളപ്പിച്ച് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ശർക്കരയും ചേർത്ത് കഴിച്ചാൽ എന്നും രാത്രി കിടക്കാൻ നേരം കഴിച്ചുകൊണ്ട് കിടന്നാൽ മലശോധന നേരം വെളുക്കുമ്പോൾ റെഡി. അതിന് ഒരു ദിവസം കഴിച്ച് കുറഞ്ഞു പോയാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അളവ് കുറയ്ക്കുക, കുറഞ്ഞു പോയാൽ പിറ്റേച്ചൂടെ അളവ് കൂട്ടിക്കൊള്ളുക. അതിന്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ആയിക്കോളും. ചൂടുവെള്ളം ശർക്കര ചേർത്തോളൂ മധുരത്തിന് വേണ്ടിയിട്ട്, കാരണം കയറൊക്കെ വല്ല കഴിപ്പാണ്. അതല്ല സിമ്പിളായിട്ട് കഴിക്കുക, അത് കഴിക്കാൻ പാടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 5 ഈന്തപ്പഴം, 5 6 ഈന്തപ്പഴം, 5 6 ഈന്തപ്പഴം, ഒരു പിടി നുള്ളു ചെന്നാമുക്കി. കാരണം ഇങ്ങനെ ചെന്നാമുക്കി ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ എടുക്കണം. ചെന്നാമുക്കി അങ്ങാടി കിടക്കും ഒരു ഇലയാണ്, പുളിയിലയുടെ നടക്കുന്ന ഇലയാണ്. ഒരു നുള്ളി ഇങ്ങനെ 3 വിരൽ കൊണ്ടുള്ള ഒരു നുള്ളു അത് കഴുകി പിന്നെ ഈന്തപ്പഴത്തിന്റെ കുരുവും കളഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കും. ഒരാൾക്ക് കുടിക്കാൻ എത്ര വെള്ളം വേണം അത്ര മിക്സിയിലിട്ട് അടിച്ചാൽ കുടിച്ചോളൂ മതി. മിക്സിയിലിട്ടിട്ട് കുരു കളഞ്ഞിട്ട് ആവശ്യം നിങ്ങൾക്ക് എത്ര വെള്ളം ഒഴിച്ച് കഴിക്കാമോ അത്ര ഒഴിച്ച് കഴിച്ചോളൂ. ആ കഴിച്ച് നോക്കുക, എത്ര പോകാത്തവരും പൊക്കോളൂ. വയസ്സായ ആൾക്കാർക്ക് ഇത് കൊടുത്താൽ മതി. ആ ഈന്തപ്പഴം മാത്രം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈന്തപ്പഴം മാത്രം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പില്ല. ഈന്തപ്പഴം, കപ്പലണ്ടി, പിന്നെ വഴുതനങ്ങ, തക്കാളി,